US പ്രസിഡന്റിന് എന്ത് സംഭവിച്ചു എന്നാണ് ലോകസമൂഹം അന്വേഷിക്കുന്നത്. പീറ്റർ നവാരോയെ പോലുള്ള ഉപദേശകരായ അവതാരങ്ങൾ ട്രംപിനെ വഴിതെറ്റിക്കുന്നു എന്ന സംശയം രാജ്യാന്തര സമൂഹത്തിന് മാത്രമല്ല അമേരിക്കക്കാരുടെ ഇടയിലും ശക്തമാണ്. ട്രംപിന്റെ വിദേശ നയങ്ങളോട് സഖ്യരാജ്യങ്ങളിൽ നിന്നു തന്നെ വിമർശനമുയരുന്നു. രാജ്യത്തിനുള്ളിലും ട്രംപ് വിചാരണ ചെയ്യപ്പെടുന്നു. തീരുമാനങ്ങളിൽ പലതും പാതി വഴിയിൽ നിർത്തിവെക്കുന്നു. ശക്തരായ പ്രതിയോഗികൾക്ക് മുന്നിൽ ട്രംപ് പതറിപ്പോകുന്നു. ഇരട്ടച്ചുങ്കം ചുമത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചടുല നീക്കങ്ങളിൽ പകച്ചുപോയ ട്രംപ് മലക്കം മറിഞ്ഞ് ഇന്ത്യയെ സ്തുതിക്കുന്നു. ഇതിനിടെയാണ് ട്രംപിനെ പരിഹസിക്കുന്ന ടാക്കോ എന്ന പ്രയോഗം വീണ്ടും US സമൂഹം ആഘോഷിക്കുന്നത്. യുഎസിലെ രാഷ്ട്രീയ നിരീക്ഷകനായ വാൻ ജോൺസൺ ഒരു ചിത്രം ചൂണ്ടിക്കാട്ടി അടുത്തിടെ അമേരിക്കക്കാർക്കൊരു മുന്നറിയിപ്പ് നൽകി. ഓരോ അമേരിക്കക്കാരന്റെയും നട്ടെല്ലിലൂടെ ഭയത്തിന്റെ തണുപ്പ് പടർത്തുന്നതാണ് ചിത്രമെന്നായിരുന്നു വാൻ ജോൺസന്റെ മുന്നറിയിപ്പ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ഇറാൻ നേതാവ്, ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അമേരിക്കയുടെ താരിഫ് ഉൾപ്പെടെയുള്ള അപക്വമായ നയങ്ങൾക്ക് പിന്നാലെ ഒരു നവ ലോകക്രമം രൂപപ്പെടുന്നതിന്റെ സൂചനയാണെന്നും അത് ഓരോ അമേരിക്കക്കാരനും ഭയക്കണമെന്നും ചിത്രം ഉയർത്തിക്കാട്ടി വാൻ ജോൺസൺ പറഞ്ഞു. അമേരിക്കക്കാർ മാത്രമല്ല, അല്പം ഭയത്തോടെയല്ലാതെ പാശ്ചാത്യ മാധ്യമങ്ങൾക്കും ഈ ചിത്രത്തെ കാണാൻ കഴിയില്ലെന്നും വാൻ ജോൺസൺ കൂട്ടിച്ചേർത്തു. ചൈനയിൽ സമാപിച്ച ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് നിർണായക ശക്തികളായ രാഷ്ട്രനേതാക്കൾ ചിരിച്ച് സൗഹൃദം പങ്കുവയ്ക്കുന്ന ചിത്രം ക്യാമറയിൽ പകർത്തിയത്. യുഎസിനെതിരെ നിലകൊള്ളുന്ന രാഷ്ട്രങ്ങളുടെ അധിപന്മാരുടെ ഈ കൂടിച്ചേരലിനെ പല മാനങ്ങളിലൂടെ സമീപിക്കണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. US വിരുദ്ധരായ ഇറാൻ, ഉത്തര കൊറിയ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ഒരുമിക്കുന്നത് US നൽകുന്നത് ശക്തമായ അപായ സൂചനയാണ്. തീരുവ ഉപയോഗിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ കനത്ത സന്ദേശമാണ് US ചിരവൈരികളോടൊപ്പം നിന്നുള്ള ചിത്രം. ലോകത്തെ ശക്തരായ രാഷ്ട്ര നേതാക്കൾ ഒരുമിച്ച് കൂടിയതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി റഷ്യൻ പ്രസിഡന്റ് രംഗത്തെത്തി. ട്രംപ് പ്രകോപനം സൃഷ്ടിക്കുമ്പോഴെല്ലാം വാക്കുകളിൽ മിതത്വം പാലിക്കുന്ന വ്ളാദിമിർ പുടിൻ ഇക്കുറി സംയമനത്തിന്റെ അതിരുവിട്ട് പരുഷമായ വാക്കുകളോടെയാണ് ട്രംപിനെ നേരിട്ടത്. തീരുവ ഉൾപ്പെടെയുള്ള സാമ്പത്തിക നടപടികളിൽ ഇന്ത്യക്കും ചൈനയ്ക്കും സമ്മർദ്ദം ചെലുത്തുന്ന ട്രംപിന്റെ നീക്കമാണ് വ്ളാദിമിർ പുടിനെ ചൊടിപ്പിച്ചത്. കൊളോണിയൽ കാലം കഴിഞ്ഞുവെന്നും ഇന്ത്യയോടും ചൈനയോടും ഇത്തരത്തിൽ പെരുമാറരുതെന്നും വ്ളാദിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപിനെ താക്കീതിന്റെ സ്വരത്തിൽ ഓർമ്മപ്പെടുത്തി. റഷ്യയുടെ വ്യാപാര പങ്കാളികളായ ഇന്ത്യയെയും ചൈനയെയും പോലെ ദീർഘവും സങ്കീർണവുമായ ചരിത്രത്തിലൂടെ പടുത്തുയർത്തപ്പെട്ട രാജ്യങ്ങളുടെ നേതൃത്വത്തെ തകർക്കാനുള്ള ശ്രമം കൈ പൊള്ളിക്കുന്നതായിരിക്കുമെന്ന് വ്ളാദിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഇന്ത്യയെയും റഷ്യയെയും പരിഹസിച്ച് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ മോദി, പുടിൻ, ഷീ ജിൻപിങ് എന്നിവരുടെ ചിത്രസഹിതം കുറിപ്പിട്ടു. ഇന്ത്യയും റഷ്യയും ഇരുണ്ട നിഗൂഢ ചൈനയുടെ പക്ഷത്തെത്തി എന്നാണ് ട്രംപിന്റെ പരിഹാസം. തീരുവ പ്രശ്നത്തിൽ ഇന്ത്യ US അകലുകയും ചൈനയുമായും റഷ്യയുമായും പുതിയ സൗഹൃദം രൂപപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പരിഹാസം അതിരുവിട്ടെന്ന് ഉപദേശകർ ആരോ പറഞ്ഞതുകൊണ്ടാകാം മണിക്കൂറുകൾക്കുള്ളിൽ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയെയും റഷ്യയെയും നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നില്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ താൻ നിരാശനാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. ഞാനത് അവരെ അറിയിക്കുകയും ഇന്ത്യക്കെതിരെ 50% തീരുവ ചുമത്തുകയും ചെയ്തു. എന്നാൽ നരേന്ദ്രമോദിയുമായി ഞാൻ വളരെ നല്ല ബന്ധത്തിലാണെന്നും അദ്ദേഹം ഗംഭീരനായ പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ പഴയപടിയാക്കാൻ തയ്യാറാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഞാൻ എപ്പോഴും തയ്യാറായിരിക്കും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇതിനു പിന്നാലെ ട്രംപിനെ പരിഹസിക്കുന്ന ടാക്കോ എന്ന പ്രയോഗം വീണ്ടും US സമൂഹത്തിൽ ചർച്ചയായി. ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്നാണ് ടാക്കോയുടെ പൂർണ്ണരൂപം. ട്രംപ് പറയുന്ന ഒരു കാര്യവും പൂർണ്ണമാക്കില്ലെന്നും ശക്തരായ പ്രതിയോഗികൾ നേരിൽ വരുമ്പോൾ പതറുകയും ചെയ്യുന്നതുകൊണ്ടാണ് ടാക്കോ എന്ന പരിഹാസം കൊണ്ട് മുറിവേൽപ്പിക്കുന്നത്. ഇരട്ട തീരുവ പ്രഖ്യാപിക്കുകയും പിന്നീടത് നീട്ടിവെക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നത് ട്രംപിന്റെ ആത്മവിശ്വാസ കുറവിനെയാണ് എടുത്തു കാണിക്കുന്നതെന്നും വിമർശനമുണ്ട്. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്കെതിരെ തീരുവ ചുമത്താൻ ധൈര്യപ്പെടാതിരിക്കുകയും
ഇന്ത്യക്ക് മേൽ ഭീമമായ തീരുവ ചുമത്തുകയും ചെയ്യുന്നതിലെ ന്യായം എന്താണെന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ട്രംപ്. ആഴ്ചകളായി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയും വാക്കുകളിൽ മര്യാദ പാലിക്കാതിരിക്കുകയും ചെയ്തിരുന്ന ട്രംപും അദ്ദേഹത്തിന്റെ സർക്കാരിലെ ഉന്നതന്മാരും ഇപ്പോൾ മയപ്പെട്ടു വരുന്നത് നല്ലൊരു സൂചനയായി കാണുന്നവരുമുണ്ട്.